തിരക്കുള്ള എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മുടി കൊഴിച്ചിൽ നമുക്കെല്ലാവർക്കും പൊതുവായുള്ള ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരും ഇത് അനുഭവിക്കാത്തവരും ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. കാരണം നമ്മുടെ ജീവിതശൈലിയും അനാരോഗ്യകരമായ ഭക്ഷണവും മലിനീകരണം നിറഞ്ഞ പരിസ്ഥിതിയും കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മുടി കൊഴിച്ചിലിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുകൂടാതെ മുടി വളരുവാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്ന് കൂടി നമുക്ക് നോക്കാം. മുടി കൊഴിച്ചിലിന് കാരണങ്ങൾ പലതാണെങ്കിലും പ്രധാന കാരണങ്ങളെക്കുറിച്ച് നമുക്കിപ്പോൾ പരിശോധിക്കാം. ഹോർമോൺ അസന്തുലിതാവസ്ഥയാണ് മുടി കൊഴിച്ചിലിനുള്ള പ്രധാന കാരണം. ഉയർന്ന ആൻഡ്രോജനിക് ഹോർമോൺ അസന്തുലിതാവസ്ഥ കാരണം ആൻഡ്രോജനറ്റിക് അലോപീസിയ പോലുള്ള പുരുഷ പാറ്റേൺ കഷണ്ടയ്ക്ക് കാരണമാകുന്നു. എന്നിരുന്നാലും സ്ത്രീകളിൽ ഈ ഉയർന്ന ആൻഡ്രോജൻ രോമകൂപങ്ങളെ ദുർബലപ്പെടുത്തുകയും അമിതമായ മുടികൊഴിച്ചിലിന് കാരണമാവുകയും ചെയ്യും. മുടികൊഴിച്ചിലിന് കാരണമാകുന്ന മറ്റ് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഹൈപ്പോതൈറോയിഡ്, ഹൈപ്പർ തൈറോയിഡ്. ഇത് കൂടാതെ മറ്റ് ഹോർമോൺ അസന്തുലിതാവസ്ഥയും മുടികൊഴിച്ചിലിന് കാരണമാകും. പ്രത്യേകിച്ച് ഗർഭകാലത്തും പ്രസവാനന്തരവും കടുത്ത ഹോർമോൺ ഏറ്റക്കുറച്ചിലുകൾ കാരണം മുടികൊഴിച്ചിൽ സംഭവിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പലവിധ അസുഖങ്ങൾക്കും മരുന്ന് കഴിക്കുന്നവർക്ക് ശക്തമായ മുടികൊഴിച്ചിൽ ഉണ്ടായേക്കാമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇതിനർത്ഥം നമ്മൾ കഴിക്കുന്ന ഗർഭനിരോധന മെഡിസിനുകളും വിഷാദം, വീക്കം, കാൽസ്യം ചാനൽ ബ്ലോക്കറുകൾ, കീമോതെറാപ്പി തുടങ്ങിയ ചികിത്സകളിൽ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലങ്ങളും മുടികൊഴിച്ചിലിന് ഒരു പ്രധാന കാരണമാകുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. കൂടാതെ മാനസിക സമ്മർദ്ദവും അണുബാധയും ഈ പ്രശ്നത്തിന് ഒരു പ്രധാന കാരണമാവുന്നു. ഇവ കൂടാതെ പോഷകാഹാരക്കുറവ് എന്നുവെച്ചാൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ പോഷകങ്ങളുടെ അംശം കുറവ്. പ്രധാനമായും പ്രോട്ടീൻ, ബയോട്ടിൻ, സിങ്ക്, ഇരുമ്പ് തുടങ്ങിയ പോഷകങ്ങളുടെ അഭാവമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് ഉറപ്പാണ്. ഇത് കൂടാതെ മുടിയെ മനോഹരമാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രെയിറ്റനറുകൾ, ഡ്രയർ, ഹെയർ ഡ്രയർ, സ്റ്റൈലിങ്ങിനായി മുടി ചൂടാക്കൽ, മുടി നമ്മൾ വളരെ മുറുക്കെ വലിച്ചു പിടിക്കുന്നതൊക്കെ മുടി കൊഴിച്ചിലിന് കാരണമാകുന്നു. ഇനി നമുക്ക് മുടി വളരുവാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. വരൂ. കുളിക്കുമ്പോൾ ചെറു ചൂടുവെള്ളം തലയിൽ ഒഴിക്കരുത്. ചൂടുവെള്ളം ഉപയോഗിച്ച് തല മസാജ് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ രക്തചംക്രമണം നടക്കുകയും നമ്മുടെ തലയോട്ടിയിലെ അഴുക്ക് പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്യുന്നു. മുടി കൊഴിയാതെ ദൃഢമായി നിലനിർത്തുവാൻ ഇത് സഹായിക്കുന്നു. ഒട്ടുമിക്ക ആളുകളുടെയും തലയിൽ പേനും ഈരും ധാരാളമായി കാണുവാൻ സാധിക്കും. ഈ പേനുകളും ഈരുകളും നമ്മൾ കഴിക്കുന്ന എല്ലാ പോഷകങ്ങളും ആഗിരണം ചെയ്യുന്നു. അതുകൊണ്ട് തലയിലെ പേനുകളെല്ലാം ഈരി വൃത്തിയാക്കിയാൽ എല്ലാ പോഷകങ്ങളും മുടിയിലെത്തുകയും മുടി നീളത്തിൽ വളരുകയും ചെയ്യുന്നു. കൂടാതെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കണം. പ്രത്യേകിച്ച് ബദാം, തണ്ണിമത്തൻ, സോയാബീൻ എന്നിവയെല്ലാം കഴിക്കണം. ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിച്ചാൽ മുടിയുടെ വളർച്ചയ്ക്കും കറുപ്പിനും സഹായകരമാണ്. അതോടൊപ്പം പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഈ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ മുടിയുടെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യും. മുടി കൊഴിച്ചിൽ സ്വാഭാവികമായി കുറയ്ക്കുവാൻ അധോ മുഖോ സവാസനം, ഉദ്ധാനാസനം, പവമുക്താസനം, സർവാംഗാസനം, വജ്രാസനം തുടങ്ങിയ യോഗാസനങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം നൽകുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ കുളിക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് തലയിൽ വെളിച്ചെണ്ണ മസാജ് ചെയ്യണം. വെളിച്ചെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ലോറിക് ആസിഡ് മുടിയിൽ പ്രോട്ടീൻ നൽകുവാൻ സഹായിക്കുന്നു. മുടിയുടെ വേരിനെയും ഇഴകളെയും പൊട്ടുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നു. വെളിച്ചെണ്ണ ഉപയോഗിച്ച് തലയോട്ടിയിൽ മസാജ് ചെയ്യുന്നത് രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും മുടി വളരുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. തല കഴുകുമ്പോൾ വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിക്കണം. ഈ മുൻകരുതലുകൾ കൃത്യമായി പാലിച്ചാൽ മുടികൊഴിച്ചിൽ എന്ന പ്രശ്നം കുറയുകയും മുടിയുടെ വളർച്ച മെച്ചപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ആരോഗ്യമുള്ള മുടിയുടെ ഉടമകളാകുവാൻ സാധിക്കും. Note: the information given in this video is not a substitute for any medical treatment. Also, don't forget that you are taking care of your health and depending on the situation, you can seek the prescription of your doctor regarding this.